നമ്മൾ കാണുന്ന പോലെ അല്ല ആൾക്കാർ. ആരാ എന്താ എന്നൊന്നും നമുക്ക് ശരിക്കും അറിയ പോലുമില്ല. നമ്മളപ്പോ ഇന്ന് ഡോണാണ് ഇൻട്രോ എടുക്കുന്നത്. നമ്മള് ലോക ഫിലിം കാണാൻ പോവാണ്. ഇന്ന് റിലീസ് ആയിട്ടേ ഉള്ളൂ. ഇന്നല്ലേ ഇന്ന് മോർണിംഗ്. ഇന്ന് റിലീസായ മൂവിയാണ്. അതിന്റെ റിവ്യൂ കണ്ട് അടിപൊളിയാണ്, മസ്റ്റ് വാച്ച്. നമ്മുടെ ഫ്രണ്ടൊക്കെ നമ്മളെ വിളിച്ച് പറഞ്ഞത് കൊണ്ട് നമ്മൾ നൈറ്റ് തന്നെ ഇന്നും പോവാണ്. സോ നമ്മൾ ഭാര്യനെ പിക്ക് ചെയ്യുന്നു, എന്നിട്ട് തിയേറ്ററിലേക്ക് വിടുന്നു. ഞാൻ ട്രെയിലർ കണ്ടു. ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത കയറി വന്നൊരു പടമാണ്. കാരണം ഞാൻ ട്രെയിലർ കണ്ടു ഞാൻ തീരെ എക്സൈറ്റഡ് അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഇപ്പൊ എക്സൈറ്റഡ് ആണ്. ഞാൻ കുറച്ച് അധികം എക്സൈറ്റഡ് ആണ്. എനിക്ക് എന്താ പറഞ്ഞൂടാ, എല്ലാവരും ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്റെ മൈൻഡ് ബാക്ക് അടിച്ച്, അതായത് എക്സ്പെക്ടേഷൻ ഒന്നും വെക്കരുത്, എന്നാലാണ് അത് ഫുള്ളസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. ഇല്ല, ഞാൻ കേട്ടത് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടെ നല്ലൊരു ഫിലിം എക്സ്പെക്ട് ചെയ്യുന്നു. ഒരുപാട് നാളായി മലയാളത്തിൽ നിന്ന്. തുടരം കഴിഞ്ഞ് ഞാനൊരു നല്ല ഫിലിം പോയിട്ടില്ല. അതെ, അവിടെ അഫ്സലും ഗോപി സാറും കൽപ്പും ഉണ്ടാവും. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. എന്താണ് നിന്റെ എക്സ്പെക്ടേഷൻ? വലിയ ഒന്നുമില്ലടോ. ഐ മീൻ ഞാൻ ട്രെയിലർ പോലും ആക്ച്വലി കണ്ടിട്ടില്ല. ഞാൻ അതുകൊണ്ട് വലിയ എക്സ്പെക്ടേഷൻ വെക്കുന്നില്ല. ആരാ നടനും നടിയെന്നൊക്കെ അറിയാം? നസ്ലനും പിന്നെ വേറെ കല്യാണി പ്രിയദർശനും. നമ്മൾക്ക് ആർക്കും വലിയ ഹൈപ്പൊന്നുമില്ല. വലിയ ആർക്കും ഹൈപ്പൊന്നും. അങ്ങനെയാണ് പോകുന്നത്. ഇനി അവിടെ പോയിട്ട് പടം കണ്ടിട്ട് നോക്കാം. അതല്ല, നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം പടമാണ്. പടത്തിന്റെ പേരെന്തുവാടാ? അതേത് പടം? അല്ലടാ, എനിക്ക് ഇത് വേളാന്നേ വരുന്നുള്ളായിരുന്നു. അതുള്ള ആ വെച്ചുള്ള ഏതോ ഒരു പടം ഇറങ്ങി, അതാണ് എനിക്ക്. എന്ത്? അവിടുന്ന് ഒരു ഗ്ലാസ്സോടെ വെള്ളം വാങ്ങിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചിട്ട് ബുദ്ധി. എന്നിട്ട് ഇത് എവിടെ നിന്ന് മേടിച്ചാണെന്നൊക്കെ പറഞ്ഞ പോലെ. അതെ, എന്താണ് പടത്തിന്റെ എക്സ്പെക്ടേഷൻസ്? എനിക്കിത് 3D ആയിട്ടാണെന്ന് തോന്നുന്നു. 3D കണ്ണാടി ഉണ്ട്. പടം 3D വേണോ അവരോട് ചോദിച്ചു. ഇതിപ്പോ എനിക്ക് ഇത് എന്റെ എല്ലാ വ്ളോഗിലും അക്കൗണ്ട് ഇതിലുണ്ടാവില്ലെന്ന് വിചാരിച്ചതിൽ ചാടിക്കറി. എന്ത് ചെയ്യാനാ? ഇല്ല, ഗോപി സാർ അത് തന്നെ. വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ശരി, ഇന്റർവെല്ലിനാണ്. 10 മണിയുടെ ഷോ അല്ലേ? പിന്നെയും എങ്ക പത്താലും നീ ഉഗാണ്ട നിന്നെ ഫേമസ് ആക്കി വിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ? നീ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ? കൂലിന്റെ റിവ്യൂ വ്ലോഗ് കണ്ടില്ലേ? അതെ, കുപ്പിനെ പിടിക്കൂ. ഞാൻ ഗോപി സാർ. അതെ, വെള്ളം നിറക്കണം മേടിക്കുന്നു. ഞാൻ വെള്ളം മേടിച്ചോണ്ട് വരാം. ഓക്കെ. എന്താണ് പടത്തിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസ്? പർദ്ദയല്ല, പടത്തിന്. കഴിഞ്ഞ തവണത്തെ ഞാൻ കണ്ടായിരുന്നു രണ്ടുപേരുടെ ഡാൻസ് ഒക്കെ. അത് മോണിക്ക കളിക്കാൻ കുഴപ്പമുണ്ടേ? ഇല്ല. പറ. സാധാരണ കൂട്ടത്തില് എത്ര നല്ല പടം വന്നാലും ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അക്കൂയസ്. എനിക്കും. അതെ, അപ്പൊ ഇതിന് എക്സ്പെക്ടേഷൻ ഉണ്ട്. ഇന്റർവെല്ലിന് കാണാം. വെള്ളം
ഇത് ഞാൻ എന്ത് ചെയ്തെന്ന് അവിടെ ചെന്ന് ആ കണ്ണാടിക്കൂട്ടിൽ നോക്കി അവിടെ ഇല്ലാത്തത് ഗേറ്ററേഡ് വന്നു. ഞാൻ ചോദിച്ചു ഗേറ്ററേഡ് ഉണ്ട്, അപ്പോൾ പറഞ്ഞു ഒരുപാടില്ല, എന്നാ വെള്ളം ബ്ലോഗില്ലേ? ഹലോ, നൈസ് ടു മീറ്റ് യു ഗൈസ്. അതെ, പറ പടത്തിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ. പടത്തിനെ കുറിച്ച് ഹൃദയപൂർവ്വം കാണാനായിരുന്നു ആഗ്രഹം, പക്ഷേ പടം കഴിഞ്ഞില്ല. നല്ല പടം എന്നാ കേട്ടത്. ഇനും പടം വരാം. അല്ല, ശാപവിമുക്തരാവാൻ പോവാണ്. ഇന്ന് നമ്മൾ നേരത്തെ എത്തി. അതെ, അതൊക്കെ ഒളിപ്പിച്ചു വെക്കി. ഇത് കേറ്റാൻ പാടില്ല ഭക്ഷണമൊന്നും. ആണ് ഇവിടെ ഉണ്ടാ സ്മഗിൾ എവിടെ? സ്മഗിൾ കാണിച്ചേ. സ്മഗിൾ ചെയ്ത സാധനങ്ങളൊക്കെ കാണിച്ചേ. സ്മഗിൾ ചെയ്ത സാധനങ്ങളൊക്കെ കാണിച്ചേ. എന്റർടൈനിങ് ആണ്. എങ്ങനെയുണ്ട്? ട്രോളാകും. പടം വളരെ നന്നായി, വളരെ നന്നായി. മലയാളത്തിന് ഒരു പുതിയ സ്റ്റെപ്പായിരുന്നു. അതും ഇന്ത്യയിലെ ഫസ്റ്റ് ഫീമെയിൽ സൂപ്പർ ഹീറോ അല്ലേ? ഇത് നാളെ അറിഞ്ഞതേ പടം പറയാൻ വാക്കുകളില്ല. എന്തത്? നിങ്ങൾ ബാലികയുടെ ആരെയാണോ? പടം കണ്ട് മോട്ടിവേഷൻ ആയിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ വേറെ പടം ഇല്ല. അവരാ ഒരു വേൾഡ് സെറ്റപ്പ് ചെയ്യാൻ കണക്ട് ചെയ്യും. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നല്ലൊരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പ് ഇല്ലാണ്ട് വന്ന് അടിപൊളിയായ പടം.